സ്നേഹമുള്ളവരെ, ജനുവരി മാസം 5, 6, 7 തീയതികളിൽ ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ കനക തിരുനാള്, പ്രശസ്തമായിട്ടുള്ള പെണ്ടിപ്പെരുന്നാള് ആഘോഷമായിട്ട് കൊണ്ടാടുന്ന ദിവസങ്ങളാണ്. തിരുനാളെന്ന് പറയുമ്പോൾ അതിന് 2 വശങ്ങളുണ്ട്. മാനുഷികമായിട്ടുള്ള വശവും ആധ്യാത്മികമായിട്ടുള്ള വശവും. മാനുഷികമായിട്ടുള്ള വശം എന്ന് പറയുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ വളർത്തുന്നതിനുള്ള ഒരു അവസരമാണ് തിരുനാൾ. ആധ്യാത്മികമെന്ന് പറയുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും ദൈവവിശ്വാസത്തിലും കൂടുതൽ വളരുവാനും ദൈവികമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെയൊക്കെ കാണാനും അതുവഴിയായിട്ട് മനുഷ്യരോട് സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകാനും ലഭിക്കുന്ന വലിയൊരു അവസരമാണ് തിരുനാൾ. ഇരിഞ്ഞാലക്കുടയെ സംബന്ധിച്ചിടത്തോളം പിണ്ടിപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല, നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ, ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളെല്ലാം വളരെ താല്പര്യപൂർവ്വം വീട്ടിലായാലും സമൂഹത്തിലായാലും ആചരിക്കുന്ന ദിവസങ്ങളാണ്. കനക തിരുനാളിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുവിന്റെ മാമോദീസ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന അവസരമാണ്. കനക എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തൽ, പ്രത്യക്ഷീകരണം എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പൊ പിതാവായ ദൈവം ഇവനെന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് പ്രഖ്യാപിക്കുന്ന അവസരമായിട്ട് ജ്ഞാനസ്നാനത്തില് ഉള്ള അവസരത്തെ ഇതിന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ജ്ഞാനസ്നാന അവസരത്തിൽ യേശുവിന്റെ ദൈവികതയെ പിതാവായ ദൈവം തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുക. കേരള സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഈ തിരുനാളിനെ പിണ്ടിപ്പെരുന്നാള് അല്ലെങ്കിൽ ആക്കുളി തിരുനാൾ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. പിണ്ടിപ്പെരുന്നാൾ എന്ന് പറയുമ്പോൾ യേശു ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരവസരമാണ്. പിണ്ടിയില് തിരി കുത്തിക്കൊണ്ട്, തിരികൾ തെളിച്ചുകൊണ്ട് ആ തിരികളുടെ ചുറ്റും അല്ലെങ്കിൽ പിണ്ടിയുടെ ചുറ്റും ദൈവം പ്രകാശമാകുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നൃത്തം ചെയ്യുന്ന അവസരം. അതുവഴിയായിട്ട് യേശു ലോകത്തിന്റെ പ്രകാശമാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് ചെയ്യുക. ഈ രാക്കുളി തിരുനാൾ ക്രിസ്ത്യാനികള്, ആദിമ നൂറ്റാണ്ടിലെ കേരളത്തിലെ ക്രിസ്ത്യാനികള് ഈ കനക തിരുനാളിന്റെ തലേദിവസം അടുത്തുള്ള നദിയിൽ പോയി അവർ പ്രത്യേകമായിട്ട് കുളിച്ചിരുന്നു. യേശുവിന്റെ യോർദാൻ നദിയിലെ മാമോദീസയെ അനുസ്മരിക്കുന്ന ഇതിന്റെ ഒരു പ്രകടനമായിട്ടാണ് അപ്രകാരം ചെയ്തിരുന്നത്. ഇരിഞ്ഞാലക്കുട പിണ്ടിപ്പെരുന്നാളിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഈ കനക തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളും പ്രത്യേകമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. സെബസ്ത്യാനോസ് 3-ാം നൂറ്റാണ്ടില് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് അദ്ദേഹം സൈന്യത്തില് ഒരു അംഗരക്ഷകനായിട്ട് ചേർന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സെബസ്ത്യാനോസിന്റെ പ്രവർത്തന ശൈലിയെല്ലാം കണ്ട്, അദ്ദേഹത്തിന്റെ ധീരതയും കർമ്മശേഷിയെല്ലാം കണ്ട് ഡയക്ലീഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തിന്റെ സംഘത്തിലെ സൈന്യാധിപനായിട്ട് സെബസ്ത്യാനോസിനെ നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഈ അവസരം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡയക്ലീഷ്യൻ ചക്രവർത്തി പീഡിപ്പിച്ചിരുന്ന ക്രിസ്ത്യാനികളെ ക്രൈസ്തവ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനുള്ള അവസരമായിട്ട് സെബസ്ത്യാനോസ് ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുക. ഇപ്പൊ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെ നിഷ്ഠൂരമായിട്ട് നികൃഷ്ടമായിട്ടുള്ള രീതിയിൽ പീഡിപ്പിക്കുകയും വധിക്കുകയെല്ലാം ചെയ്തിരുന്ന ആ കാലഘട്ടത്തില് അവര് വിശ്വാസത്യാഗം, ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ ധൈര്യപ്പെടുത്തി യേശുവിന് വേണ്ടി നിലകൊള്ളാനായിട്ട്, യേശുവിനുള്ള വിശ്വാസം പ്രത്യേകമായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് ഈ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യാധിപനായിരുന്ന സെബസ്ത്യാനോസ് ശ്രമിച്ചിരുന്നു. അതിന്റെ പേരില് ഡയക്ലീഷ്യൻ ചക്രവർത്തി സെബസ്ത്യാനോസിനെ വധിക്കാനായിട്ട് തീരുമാനിക്കുകയും അപ്രകാരം അദ്ദേഹം വധിക്കപ്പെടുകയും ആണ് ചെയ്തത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യേശുവിന് വേണ്ടി ജീവിക്കുന്നത്
രാജാവിന് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ വലിയ ഒരു കാര്യമായി കണ്ടുകൊണ്ട് തന്റെ ക്രൈസ്തവ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്റെ ജീവൻ ബലി കൊടുക്കുന്നത് ആയിട്ടാണ് നാം ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ക്രൈസ്തവരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, കത്തീഡ്രൽ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തില് ആഴമായിട്ട് വളരുവാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഞങ്ങൾ രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങളും നവവത്സരത്തിന്റെ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു.